ഞങ്ങളും കൃഷിയിലേക്ക് എന്ന സന്ദേശവുമായി ഏഴിക്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൊക്കാളി കൃഷിക്ക് തുടക്കമിട്ടു. സ്കൂളിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കറോളം വരുന്ന പൊക്കാളി പാടത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മകുമാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KD വിൻസെന്റ്, രമാദേവി ഉണ്ണികൃഷ്ണൻ, PK ശിവാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ CM രാജഗോപാൽ, ജെൻസി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KN വിനോദ്, ബിന്ദു ഗിരീഷ്, MB ചന്ദ്രബോസ്, ജിൻഡ അനിൽകുമാർ, CDS ചെയർപേഴ്സൺ ഗിരിജ ശശിധരൻ, സ്കൂൾ പ്രിൻസിപ്പൽ അരുൺ G കൃഷ്ണൻ, PTA പ്രസിഡന്റ് ആന്റണി ജോസഫ്, കൃഷി ഓഫീസർ സജീറ എന്നിവരെ കൂടാതെ കാർഷിക വികസന സമിതി അംഗങ്ങളും കർഷക തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും സംബന്ധിച്ചു. ഏഴിക്കര പഞ്ചായത്തിൻ്റെയും ഏഴിക്കര ഹയർ സെക്കൻഡറി കീഴിലുള്ള ഒരു കൃഷി വിതയ്ക്കലാണെന്ന്, പൊക്കാളി കൃഷിയുടെ വിതയാണെന്ന് ഉദ്ഘാടനമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് പൊക്കാളി കൃഷി ചെയ്തെങ്കിലും കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം കാരണം നമുക്ക് കൊയ്യാൻ പറ്റിയില്ല. അതിനാൽ പഞ്ചായത്തിൻ്റെ കീഴിൽ കരുമാലൂർ ഒരു 4 ഏക്കറോളം സ്ഥലം കണ്ടെത്തി അവിടെ വിതച്ച് ഉണ്ടാക്കിയ വിത്താണ് ഈ തവണ നമ്മൾ ഇവിടെ വിതയ്ക്കുന്നത്. ഏഴിക്കര പഞ്ചായത്തിലും ഒരു 80% സ്ഥലത്തും കഴിഞ്ഞ വർഷം ഇത്തവണ വിതച്ചിരിക്കുന്ന ഏഴിക്കര പഞ്ചായത്തിൻ്റെ കീഴിൽ കൃഷി ചെയ്തൊരു വിത്താണ്. മുൻ വർഷങ്ങളിൽ ഇവിടെ ഈ പൊക്കാളി കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിജയമുണ്ടായി. കഴിഞ്ഞ വർഷം കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം കൊണ്ട് നമുക്ക് കൊയ്യാൻ പറ്റിയില്ലെങ്കിലും 110 ഹെക്ടറോളം ചെയ്തെങ്കിലും ഇത്തവണ നമ്മൾ ആകെ 30 ഹെക്ടറോളം സ്ഥലമാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ കീഴിൽ ചെയ്യുന്നത്. അതിനുള്ള വിത്തേ നമ്മുടെ അടുത്ത് ഉള്ളൂ. പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൊക്കാളി കൃഷിയും അതിനോടനുബന്ധിച്ചുള്ള ഫാം ടൂറിസവുമായിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും അത്യന്താപേക്ഷിതം നമുക്ക് പൊക്കാളി കൃഷിയും ഇവിടുത്തെ മത്സ്യകൃഷിയും ഇവിടുത്തെ പുഴകളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണ മത്സ്യ കർഷകരും പൊക്കാളി കർഷകരും ഉള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് നിന്ന് മുന്നോട്ട് പോകുന്നത്. പൊക്കാളി കൃഷി വളരെ പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. പൊക്കാളി കർഷകരെടുത്ത് നോക്കിയാൽ മിക്ക കർഷകരും 60 വയസ്സിനോട് അടുത്തവരോ അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ കർഷകരോ ആണുള്ളത്. അപ്പോൾ പൊക്കാളി കൃഷിയെക്കുറിച്ചുള്ള അറിവുകളും പൊക്കാളി കൃഷിയെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് അറിവില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥാനത്ത് ഏഴിക്കര ഗവൺമെൻറ് ഹൈസ്കൂള് പൊക്കാളി കൃഷി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത് വളരെ പ്രശംസനീയ അർഹമാണ്. അടുത്ത തലമുറയിലേക്ക് കൂടി പൊക്കാളി കൃഷിയുടെ അറിവുകളും പൊക്കാളി കൃഷിയെയും കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന് കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണകളും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. കൃഷി എന്ന സംസ്കാരത്തിലേക്ക് എൻ്റെ സ്കൂളിലെ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും പ്രസിഡൻറ്റും എല്ലാവരും ആക്റ്റീവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ PTA, അതുപോലെ തന്നെ കൃഷിഭവൻ, എല്ലാവരുടെയും കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടി എത്തിച്ച് പുതിയ സംസ്കാരത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുവാനായിട്ട് ഇന്ത്യയുടെ നട്ടെല്ലാണ് കൃഷി. അതിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ എത്തിക്കാൻ കഴിഞ്ഞ എല്ലാ സംരംഭകർക്കും എല്ലാ ആശംസകളും. പൊക്കാളി കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഏഴിക്കര പ്രദേശത്ത് പൊക്കാളി കൃഷി പാടങ്ങളുണ്ടെങ്കിലും കുട്ടികളിൽ പലരും വിത്ത് കണ്ടത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടത് എനിക്ക് തോന്നുന്നു ഈ 3 വർഷത്തിന് മുമ്പ്, 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാടത്ത് കുട്ടികൾ തന്നെ കിളയ്ക്കുകയും അതേപോലെ തന്നെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പല ഘട്ടങ്ങളും വിത്ത് വെള്ളത്തിലിട്ട് അത് മുളപ്പിച്ച് അത് വിത്തെറിഞ്ഞ് അത് നിരത്തി കൊയ്യുന്നതും മെതിക്കുന്നതും അത് അരിയാക്കി കൊടുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും കുട്ടികളിൽ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൃഷി ഒരു സംസ്കാരമാണ്. ഞങ്ങളെ കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലേക്കും എത്തിച്ചത് ഞങ്ങളുടെ ഈ പാടത്ത് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ കൃഷി ചെയ്താണ് ഞങ്ങൾക്ക് എല്ലാ ഘട്ടങ്ങളും, കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളും അത് മനസ്സിലാക്കി തന്നതും ഈ കൃഷി ഇവിടെ ഇറക്കിയതിലൂടെയാണ്.